അപ്പൊ വോട്ടെണ്ണുമ്പോൾ ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ആര് ജയിച്ചാലും ആര് തോറ്റാലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളാരും പങ്കെടുക്കരുത്. നമ്മളെ മനസ്സിലുണ്ടാകും നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തോറ്റു, ഒരു ദുഃഖം ഉണ്ടാകും. അത് സാരില്ല. ഇത് ശാശ്വതമായ വിജയമോ ശാശ്വതമായ തോൽവിയാണോ? ഇല്ല. ഒരു 5 കൊല്ലം ഏറി വന്നാൽ ചിലപ്പോൾ അതിന്റെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വരും. അത്രയേ ഉള്ളൂ ഈ തോൽവിയുടെയും ഈ വിജയത്തിന്റെ ഒക്കെ കാലാവധി. പക്ഷേ ഞാൻ പറയുന്നു, ഇത്ര യുവാക്കളാണ് നിസ്കാരം ഖളാ ആക്കി. സുബ്ഹാനല്ലാഹ്, ബാൻഡ് വാദ്യങ്ങളും പടക്കം പൊട്ടിക്കലും അങ്ങനെ ആഘോഷങ്ങളിൽ അള്ളാഹുവിനെ മറന്നു പോകരുത്. പ്രത്യേകിച്ച് സഹോദരിമാര്, ഇസ്ലാം ഉൾക്കൊള്ളുന്ന സഹോദരിമാരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പുരുഷന്മാരെ പോലെ റോട്ടിലിറങ്ങി ഡാൻസ് ചെയ്യാനും പാട്ടുപാടാനും കളിക്കാനും മതം നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല. നിങ്ങളുടെ ശരീരത്തിന് ഹിജാബ് വേണം, നിങ്ങൾ പുറത്തിറങ്ങുന്നതിന് പ്രത്യേകമായ സാഹചര്യം വേണം. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ വിജയത്തിന്റെ ആഹ്ലാദത്തിൽ മതത്തിന്റെ നിയമങ്ങൾ മറന്നുകൊണ്ട് നമ്മളിങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.